പ്രിയമുള്ളവരെ, വീടിൻ്റെ ദോഷം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. വീടിൻ്റെ ദോഷം മാറാൻ എന്ത് ചെയ്യണം? പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്താണെന്നറിയില്ല ഉസ്താദേ, വല്ലാത്ത പ്രയാസമാണ്. എത്ര അധ്വാനിച്ചിട്ടും അതൊന്നും കാണാനേ ഇല്ല. അത് വീട്ടിൻ്റെ എന്തോ പ്രശ്നമാണോ? ചില ആളുകൾ പറഞ്ഞു അത്ര വീട്ടിൻ്റെ അടുപ്പ് മാറ്റി വെച്ചാൽ റെഡിയാവുന്നു. അങ്ങനെ പറഞ്ഞൊരാൾ വിളിച്ചിരുന്നു. മറ്റൊരാൾ വിളിച്ചത് എൻ്റെ വീടിൻ്റെ മുഖം മാറ്റിയാൽ ശരിയാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖമൊക്കെ ഞങ്ങൾ മാറ്റി നോക്കി, പക്ഷേ കാര്യങ്ങൾ ശരിയായിട്ടില്ല ഇതുവരെ. എന്താണ് അതൊരു പരിഹാരമെന്നറിയാനാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ അവർ കാരണം കണ്ടെത്തുന്നുണ്ട്. ഇതിനൊക്കെയുള്ള കാരണം ഒന്നുകിൽ വീട്ടിൻ്റെ മുഖം മാറ്റുക, അല്ലെങ്കിൽ അടുപ്പ് മാറ്റുക, അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റെപ്പ് കുറച്ച് വ്യത്യാസപ്പെടുത്തുക. ഇങ്ങനെ പലതും ചെയ്തു നോക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫലം കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നാം ചെയ്യേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണോ ചെയ്യേണ്ട എന്നതിലേക്കല്ല എൻ്റെ വിഷയം. അത് മറ്റൊരു ചർച്ചയാണ്. അത് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. ഇവിടെ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും വീട്ടിലുണ്ടാകുന്ന ആ പ്രയാസങ്ങൾ മാറുന്നില്ല. രാത്രി സമയത്ത് കുട്ടികൾ വല്ലാതെ ഭയങ്കര പേടിച്ച് കരയുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ ആരോ ഉള്ള മാതിരി ഒരു തോന്നൽ. പലപ്പോഴും ഒരു നിഴല് കാണുന്നു. ഉസ്താദേ, പ്രേതമോ മറ്റോ ആണോ? ചില ആളുകൾക്ക് അങ്ങനെ ചോദ്യമാണ്. അതെന്താണ്? താമസിക്കാനേ തോന്നുന്നില്ല, ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റണില്ല, പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ ഒരു പോംവഴി എന്താണ്? ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇതിനൊക്കെ മറുമരുന്നുണ്ടല്ലോ, ഇതിനൊക്കെ നല്ല ഒരു മാർഗം ഉണ്ട് നമ്മുടെ മുന്നിൽ. വീട്ടിലെ ദോഷങ്ങൾ തീർക്കാനുള്ള നല്ല മാർഗം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്താണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട്. നമ്മുടെ ഒക്കെ വീടുകളിൽ ജിന്നുകൾ ധാരാളം ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ജിന്നുണ്ട്, ഇല്ലെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ ജിന്നുണ്ട്. ആ ജിന്നുകളിൽ നല്ല ജിന്നുമുണ്ട്, നല്ലതല്ലാത്ത ജിന്നും ഉണ്ട്, അഥവാ ചീത്ത ജിന്നുകളുണ്ട്. ഈ ചീത്ത ജിന്നുകളെയാണ് പിശാചുക്കൾ എന്ന് നാം പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിശാചുക്കളുണ്ട്, നല്ലവരായ ജിന്നുകളും നമ്മുടെ വീട്ടിൽ ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നല്ല ജിന്നിന് പകരമായി ഉള്ളത് അവിടെയും കൂടെ ചീത്ത ജിന്നുകളാണ്. ചീത്ത ജിന്നുകൾ നമ്മുടെ വീട്ടിൽ കയ്യേറ്റം നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പോംവഴി പറഞ്ഞ ഒരു ഹദീസാണ് ഇന്ന് നാം പറയുന്നത്. അത് കേട്ട് എല്ലാവരും അവസാനം വരെ കേൾക്കണം കേട്ടോ. അത് കേട്ടിട്ട് നാം ചിന്തിക്കുക, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീട്ടിലുള്ള ഈ പ്രയാസങ്ങൾ നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം മിണ്ടിയിട്ട് വർഷങ്ങളായവരുണ്ട്, ഐക്യം തീരെയില്ലാത്തവരുണ്ട്. എല്ലാ പ്രശ്നങ്ങളും വീട്ടിൽ നടക്കുന്നു. മക്കളും മാതാപിതാക്കളും പരസ്പരം അടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും വഴക്കും പറയണ്ട. ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അതിനൊക്കെ കാരണക്കാരനൊരു പക്ഷേ പിശാചായിരിക്കാം. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു വിഷയം നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ വലിയ മാറ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞ വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ദഖിറൂ ലിബുയൂതിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇദ്ദഖിറൂ ലിബുയൂതിക്കും നസീബൻ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ഒരു അംശം നിങ്ങൾ വീട്ടിലിന് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓതാറുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഖുർആൻ ഓതാറുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാറില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഓതാൻ കുറച്ച് ഭാഗം നിങ്ങൾ മാറ്റി വെക്കണം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അല്പമെങ്കിലും ഖുർആൻ നിങ്ങൾ ഓതുക. റസൂലുള്ളാഹി പറഞ്ഞ വാക്കിൽ ഒന്നതാണ്, അല്പമെങ്കിലും വീട്ടിൽ നിന്ന് ഖുർആൻ നിങ്ങൾ ഓതുക. എന്തിനാ അങ്ങനെ ഓതുന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഇന്നൽ ബൈത ഇദാ ഖുരിഅ ഫീഹി
ഒരു വീട്ടിൽ വെച്ച് ഖുർആൻ ഓതപ്പെട്ടാൽ, ഒരു വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയാൽ ഉനിസ അല അഹ്ലിഹി, ആ വീട്ടുകാർക്ക് നല്ല സമാധാനം ഉണ്ടാവും, നല്ല റാഹത്തുണ്ടാവും, നല്ല സന്തോഷമുണ്ടാവും. വീട്ടിൽ വെച്ച് കുറച്ചെങ്കിലും, അത് ഖുർആൻ മുഴുവൻ ഓതണമെന്നല്ല, അല്പമെങ്കിലും ഖുർആൻ നിത്യമായി വീട്ടിൽ നിന്ന് ഓതിയാൽ ആ വീട്ടിൻ്റെ ആളുകൾക്ക് നല്ല ഒരു ഈനാസ് ഉണ്ടാവും, നല്ല ഒരു സന്തോഷം, നല്ല ഒരു തൃപ്തി, ഒരു നേരം പോക്ക്, അല്ലെ നല്ലൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആനന്ദം അവർ വീട്ടിലുണ്ടാവും. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണേ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വ കസുറ ഖൈറുഹു, ആ വീട്ടിൽ നന്മ വർദ്ധിക്കും. നന്മ വർദ്ധിക്കുമ്പോഴാണല്ലോ കിട്ടുന്ന ശമ്പളത്തുക മതിയാകുകയില്ല എന്ന് തോന്നിയ സ്ഥലങ്ങളിൽ കിട്ടുന്ന ശമ്പളം ബാക്കി വരികയാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടും കുറച്ച് അവിടെ അംശിച്ച് വെക്കാൻ കഴിയുന്നു. നല്ലൊരു ഖൈർ, നല്ല നന്മ ആ വീട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരുപാട് നന്മകൾ വീട്ടിലുണ്ടാവും. വക്കാന സുക്കാനുഹു മുഅ്മിനുൽ ജിന്ന്, റസൂലുള്ളാഹി പഠിപ്പിക്കാം. വക്കാന സുക്കാനുഹു മുഅ്മിനുൽ ജിന്ന്, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളായ ജിന്നുകളാവും. ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളാരാ? നേരത്തെ നമ്മൾ പറഞ്ഞു, ജിന്നുകൾ നമ്മുടെ വീട്ടിൽ നമ്മളല്ലാതെ ജിന്നുകളുണ്ട്. ആ ജിന്നുകൾ കാഫിർ ജിന്നുമുണ്ട്, മുഅ്മിൻ ജിന്നുമുണ്ട്. എന്നാൽ ഖുർആൻ ഓതുന്ന വീട്ടിൽ താമസിക്കുന്ന ജിന്ന് അത് മുഅ്മിനായ ജിന്നായിരിക്കും. ആ വീട്ടിൽ താമസിക്കുന്ന ജിന്ന് മുഅ്മിനായിരിക്കും, കാഫിർ ജിന്ന് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ മുഅ്മിനായ ജിന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ പ്രസൻറ്റ് നമുക്ക് ഗുണമാണ് ഉണ്ടാവുക, അവരുടെ പ്രാർത്ഥന നമുക്കാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ അല്പമെങ്കിലും ഖുർആൻ ഓതുക. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, വ ഇദാ ലം യുഖറഉ ഫീഹി, വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്നില്ലെങ്കിൽ, വൈദാലം യുഖറഉ ഫീഹി, ആ വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല, ഖുർആൻ ഓതാത്ത ഒരു വീടാണ് എങ്കിൽ ഔഹശ അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് പ്രയാസങ്ങളുണ്ടാകും. അത് അടുപ്പ് മാറ്റിക്കൊണ്ട് മാറുന്ന പ്രയാസമല്ല, വീട്ടിൻ്റെ മുഖം തിരിച്ചുകൊണ്ട് മാറുന്ന പ്രയാസമല്ല, അല്ലെങ്കിൽ വീട്ടിൻ്റെ സ്റ്റെപ്പ് മാറ്റി വെച്ചതുകൊണ്ട് ആ പ്രയാസം തീരുന്നില്ല. ആ പ്രയാസം തീരണമെങ്കിൽ ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ ഔഹശ അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദാരിദ്ര്യങ്ങൾ, അവിടെ പരസ്പരം ഐക്യമില്ലായ്മ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. വ ഖല്ല ഖൈറുഹു, നന്മ കുറഞ്ഞു പോകും. അവിടെ നേരത്തെ നന്മ വ കസറ ഖൈറുഹു എന്നാണ് പഠിപ്പിച്ചത്. ഇവിടെ വ ഖല്ല ഖൈറുഹു, നന്മ കുറഞ്ഞു പോകും, നന്മ ഉണ്ടാവില്ല വീട്ടിൽ. എപ്പോഴും തിന്മകളാണ് വർദ്ധിക്കുക, നന്മ കുറഞ്ഞു പോകും. വകാന സുക്കാനുഹു കഫറത്തുൻ, റസൂലുള്ളാഹി പഠിപ്പിച്ചെങ്ങനെയാണ്? അവിടെ താമസിക്കുന്ന ജിന്നുകൾ അവർ കാഫിരീങ്ങളായ ജിന്നുകളായിരിക്കും, നിഷേധികളായ ജിന്നുകളായിരിക്കും. അവർ സത്യത്തിൻ്റെ ആളുകളല്ല, അവർ നിഷേധികളാണ്, പിശാചുക്കളാണ്. അപ്പോൾ പിശാചിൻ്റെ ഒരു കൂട്ടമായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക. ആ പിശാചുള്ളത് കൊണ്ട് തന്നെ നന്മ കുറയുകയും ആ വീട്ടിൽ ദോഷങ്ങളുണ്ടാവുകയും എല്ലാ നിലക്കും പ്രയാസങ്ങളുണ്ടാവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അപ്പം എന്ത് നാം ചെയ്യണം? വീട്ടിൻ്റെ ദോഷം മാറാൻ നാം ചെയ്യേണ്ടത് ദിവസം അല്പമെങ്കിലും ഖുർആൻ ഓതുക. അതേത് ഭാഗത്തുമാവാം കേട്ടോ, ഇന്ന സൂറത്തെന്ന് കണക്കൊന്നുമില്ല, ഏതുമാവാം. നമ്മുടെ വീട്ടിൽ വെച്ച് ഏതും ഓതാം. അത് ഏറ്റവും നല്ല ഒരു സൂറത്താണല്ലോ സൂറത്തുൽ വാഖിയ. മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ വീട്ടിൽ വെച്ച് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, അതുപോലെ തന്നെ ഒരുപാട് സൂറത്തുകൾ, യാസീൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം നമ്മൾ ഓതേണ്ടതായ സൂറത്തുകൾ തന്നെയുണ്ട്. 7ഓളം സൂറത്ത് നല്ല നമുക്ക് നിത്യമായി ഓതേണ്ട സൂറത്തുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ചെറിയ ചെറിയ സൂറത്തുകൾ, അവസാനത്തിലുള്ള 10 സൂറത്ത്, ചെറിയ സൂറത്ത്, ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ഓതുകയും അത് വീട്ടിൽ വെച്ചാവുകയും ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പിശാചുക്കൾ അങ്ങ് ഓടിക്കൊള്ളും. അവിടെ നല്ല മുഅ്മിനീങ്ങളായ ജിന്നുകളെ ഉണ്ടാവുള്ളൂ, പരസ്പരം ഐക്യമുണ്ടാകും, എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. ഇന്ന് തന്നെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. എല്ലാവരും വീട്ടിൽ വെച്ച് ദിവസം ഒരു കഷ്ണമെങ്കിലും അല്പമെങ്കിലും ഖുർആൻ ഓതുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദോഷങ്ങളും നമ്മൾ മാറ്റിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ട എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.